പ്രിയമുള്ള സുഹൃത്തുക്കളെ, ക്വാർട്ടർലി TDS റിട്ടേണുകൾ അപ്ലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട 5ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനക്സ് 2 ഫില്ല് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ വിഷയം കൂടി പറയാനുണ്ട്. കാരണം നമ്മൾ ഈ എൻ്റർ ചെയ്ത വിവരങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിരവധി ആളുകൾ വിളിച്ച് ചോദിക്കപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. 22ാമത്തെ കോളത്തിൽ ഡാറ്റ കൃത്യമായി വരുന്നില്ല എന്ന്. 22ാമത്തെ കോളത്തിലെ ഡാറ്റ എന്ന് പറയുന്നത് 16 - 21 ആണ്. 16ാമത്തെ കോളത്തിൽ നിന്ന് 21ാമത്തെ കോളത്തിലെ ഡാറ്റ കുറച്ച് ബാക്കിയാണ് കിട്ടേണ്ടത്. പക്ഷേ അത് മാനുവലായി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരമല്ല സോഫ്റ്റ്വെയറിൽ വരുന്നത് എന്ന്. അത് സോഫ്റ്റ്വെയറിൻ്റെ ഒരു തകരാറാണ്. അത് ഇപ്പോഴാണ് ശ്രദ്ധിക്കപ്പെട്ടത്. ആ തകരാറിന് കാരണം ഈ 20ാമത്തെ കോളം സ്ഥാനം മാറിക്കിടക്കുന്നത് കൊണ്ടാണ്. ഈ കോളം ശരിക്കും ഇവിടെ അല്ല വരേണ്ടിയിരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ 22ാമത്തെ കോളത്തിൽ ഡാറ്റ കൃത്യമായി വരുന്നില്ലെങ്കിൽ നാം ചെയ്യേണ്ടത് ആ റോയിലെ 20ാമത്തെ കോളത്തിലെ ഡാറ്റ ഒന്നുകൂടി എൻ്റർ ചെയ്ത് എൻ്റർ കീ അമർത്തുക. അതോടുകൂടി ഇവിടെ ഡാറ്റ കൃത്യമായി വരുന്നതായിട്ട് കാണാം. അത് സോഫ്റ്റ്വെയർ തകരാറാണ്, പരിഹരിക്കപ്പെടേണ്ടതാണ്. പരിഹരിക്കപ്പെടുന്നത് വരെ ഇങ്ങനെ അത് സോൾവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നീട് മറ്റൊരു കാര്യം പറയാനുള്ളത്, പുതിയ രീതി അനുസരിച്ച് ഈ പ്രാവശ്യം മുതൽ ഫോം 16ൻ്റെ പാർട്ട് എയും പാർട്ട് ബിയും നമ്മൾ ട്രേസസിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പാർട്ട് ബിയിൽ വരുന്നതിനുള്ള വിവരങ്ങളാണ് നമ്മൾ ഇപ്പോൾ അനക്സ് 2 സാലറി ഡീറ്റെയിൽസിൽ എൻ്റർ ചെയ്യുന്നത്. ആയതുകൊണ്ട് ടാക്സ് അടച്ചിട്ടില്ലെങ്കിൽ പോലും ഒരാളുടെ ടോട്ടൽ ഇൻകം ടാക്സബിൾ ലിമിറ്റിൽ വരികയാണെങ്കിൽ അയാൾ ഫയലിംഗ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഫയലിംഗ് ചെയ്യാൻ ബാധ്യതപ്പെട്ട എല്ലാവരുടെയും വിവരങ്ങൾ നമ്മൾ അനക്സ് 2ൽ കൊടുക്കണം. എന്നാൽ നമ്മളിപ്പോൾ ഈ അനക്സ് 2ൽ കൊടുക്കുന്ന വിവരങ്ങളാണ് ഫയലിംഗ് സമയത്ത് അവരവരുടെ പേജുകളിൽ സ്വമേധയാ പ്രത്യക്ഷപ്പെടുന്നത്. ആയത് കാരണം നമ്മുടെ ഇൻകം 2.5 ലക്ഷത്തിൽ കൂടുതലുള്ള എല്ലാവരുടെയും വിവരങ്ങൾ അനക്സ് 2ൽ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. അവർ ടാക്സ് അടച്ചിട്ടില്ലെങ്കിൽ പോലും ചിലപ്പോൾ പല ഡിഡക്ഷനുകളും റിബേറ്റുകളും എല്ലാമായി ടാക്സ് 0 ആയിട്ട് വരുന്നുണ്ടാവും. എങ്കിൽ പോലും അങ്ങനെയുള്ളവർ ഫയലിംഗ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അവരുടെ വിവരങ്ങൾ കൂടി നമ്മൾ ഇതിൽ എൻ്റർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഏറെക്കുറെ നമ്മുടെ സ്ഥാപനത്തിലെ എല്ലാ ആളുകളുടെയും വിവരങ്ങൾ നമ്മൾ അനക്സ് 2ൽ ചേർക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇനി അനക്സ് 2 മുഴുവനായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ എൻട്രി പൂർത്തീകരിച്ചു. ഇനി നമുക്ക് അപ്ലോഡ് ചെയ്യുന്നതിന് ആവശ്യമായ ഫയൽ ജനറേറ്റ് ചെയ്യാം. ഓക്കെ, അതിനുവേണ്ടി ഈ താഴെ കാണുന്ന ക്രിയേറ്റ് ഫയൽ എന്ന ബട്ടൺ അമർത്തുക. പല ടാബുകളുണ്ട്, എവിടെയായിരുന്നാലും ഈ ബട്ടൺ പ്രത്യക്ഷപ്പെടുന്നു. എവിടെ നിന്നെങ്കിലും ക്രിയേറ്റ് ഫയൽ എന്ന ബട്ടൺ അമർത്തുക. ഇവിടെ നമുക്ക് ഈ നടുവിൽ കാണുന്ന എറർ അപ്ലോഡ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക് റിപ്പോർട്ട് ഫയൽ പാത്ത് മാത്രമാണ് തൽക്കാലം നിർബന്ധമുള്ളത്. അത് നമ്മളൊരു ലൊക്കേഷൻ കാണിച്ചു കൊടുക്കുക. നമ്മുടെ നേരത്തെയുള്ള ഫോൾഡറിൽ തന്നെ ആവാം, ഡെസ്ക്ടോപ്പിൽ TDS 4th ക്വാർട്ടർ 19-20 എന്നുള്ള ഫോൾഡറിനകത്ത് തന്നെ ആവാം. അതിനകത്ത് നമ്മൾ TDS എന്നുള്ളൊരു ഫോൾഡർ ഉണ്ട്. ഇനി ജനറേറ്റ് ചെയ്യുന്ന ഫയലുകൾ വേർതിരിക്കുന്നതിന് വേണ്ടി ഇവിടെയും നമുക്കൊരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അപ്ലോഡ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് ഈ ഫയൽ നെയിം മാറ്റരുത്, സേവ് ബട്ടൺ അമർത്തുക. അതിനുശേഷം വാലിഡേറ്റ് എന്ന ബട്ടൺ അമർത്തുക. അല്പസമയം എടുത്തേക്കാം. പ്രത്യേകിച്ച്
എററുകളൊന്നുമില്ലെങ്കിൽ ഫയൽ വാലിഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന ഒരു മെസ്സേജ് കാണും. അപ്പോൾ നമ്മുടെ അപ്ലോഡ് ചെയ്യുന്നതിനുള്ള ഫയൽ കൃത്യമായി റെഡിയായി കഴിഞ്ഞു എന്നാണ് അർത്ഥം. ഇത് ഓക്കെ അമർത്തുന്നതോടുകൂടി നമുക്ക് ആ ഫോൾഡർ ഓപ്പൺ ചെയ്തു വരുന്നു. ഇത്രയും ഫയലുകളാണ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് എറർ വല്ലതും ഉണ്ടെങ്കിൽ HTML ഫയൽ ഇതിന്റെ കൂടെ ജനറേറ്റ് ചെയ്യപ്പെടും. അത് വായിച്ചു നോക്കിയാൽ എന്താണ് എറർ എന്ന് മനസ്സിലാക്കാം. ആ തെറ്റ് തിരുത്തിയതിനു ശേഷം വീണ്ടും ജനറേറ്റ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ തൽക്കാലം ഒരു തെറ്റുകളും ഇല്ലാത്തത് കാരണം കൃത്യമായിട്ട് ജനറേറ്റ് ചെയ്യപ്പെട്ടു. നിങ്ങൾക്ക് ടിൻ ഫെസിലിറ്റേഷൻ സെന്ററുകളെ ഏൽപ്പിച്ച് അപ്ലോഡ് ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ ഇവിടെ വെച്ച് നിങ്ങൾക്ക് ഈ പ്രോസസ്സ് അവസാനിപ്പിക്കാവുന്നതാണ്. ടിൻ ഫെസിലിറ്റേഷൻ സെന്ററുകളെ ഏൽപ്പിക്കുകയാണെങ്കിൽ അഥവാ കാർബി ഏജൻസികളെ ഏൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 27A പ്രിന്റ് എടുക്കുക. പ്രിന്റ് എടുത്തതിന് ശേഷം അതിൽ സ്ഥാപന മേധാവി ഒപ്പുവെക്കുക. ഒപ്പുവെച്ച് സ്ഥാപനത്തിന്റെ സീല് പതിക്കുക. ആ 27Aയും അതുപോലെ ഇവിടെ കാണുന്ന .fuv എന്ന് കാണുന്ന ഫയല് CD-യിലാക്കി, അതല്ലെങ്കിൽ പെൻഡ്രൈവിലാക്കി, അതല്ലെങ്കിൽ ഇമെയിലാക്കി കാർബി ഏജൻസികൾക്ക് അയച്ചു കൊടുത്താൽ വെറും 50 മുതൽ 100 രൂപ വരെയുള്ള ഫീസ് നൽകിയാൽ അവര് വളരെ കൃത്യമായി ഇത് അപ്ലോഡ് ചെയ്ത് തരുന്നതാണ്. ഇനി നമ്മളിവിടെ പറയാൻ പോകുന്നത് ഇത് ഏജൻസികളെ സമീപിക്കാതെ നമുക്ക് തന്നെ നമ്മുടെ ഓഫീസിലോ വീട്ടിലോ ഇരുന്ന് തന്നെ അപ്ലോഡ് ചെയ്യാവുന്ന രീതിയാണ്. അതിനുള്ള സാധ്യതകൾ ഇപ്പോൾ നിലവിലുണ്ട്. നമ്മൾ നേരിട്ട് അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻകം ടാക്സ് ഇ-ഫയലിംഗ് വെബ്സൈറ്റിൽ സ്ഥാപനത്തിന്റെ പേരിൽ ഒരു ലോഗിൻ ക്രിയേറ്റ് ചെയ്യണം. ഇത് നമ്മളെ പേഴ്സണൽ ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെയല്ല. നമുക്ക് ഇവിടെ നിന്ന് നേരിട്ട് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ട്രേസസ് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യണം. tdscpc.gov.in ഇതാണ് ട്രേസസ് വെബ്സൈറ്റിന്റെ അഡ്രസ്. ഈ ട്രേസസിൽ എല്ലാവരും നേരത്തെ തന്നെ എല്ലാ സ്ഥാപനവും ലോഗിൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം നമ്മൾ ഫോം 16 ഡൗൺലോഡ് ചെയ്യുന്നത് ഈ വെബ്സൈറ്റിലൂടെയാണ്. അതുകൊണ്ട് ഇതിൽ നേരത്തെ തന്നെ നമ്മൾ യൂസർ ID ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു പക്ഷേ ഇതിന്റെ യൂസർ നെയിമും പാസ്വേഡും എല്ലാം നമ്മുടെ നേരത്തെ സമീപിച്ചിരുന്ന ഏജൻസികളായിരിക്കും കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ അവരെ സമീപിച്ച് ആ യൂസർ IDയും പാസ്വേഡും നമ്മൾ വാങ്ങിക്കേണ്ടതുണ്ട്. വാങ്ങിച്ചിട്ട് ഇതിൽ ലോഗിൻ ചെയ്യുക. ട്രേസസിൽ ലോഗിൻ ചെയ്യേണ്ടത് ഡിഡക്റ്റർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചാണ്. യൂസർ ID നമ്മുടെ യൂസർ ID നൽകുക, പാസ്വേഡ് നൽകുക, നമ്മുടെ സ്ഥാപനത്തിന്റെ ടാൻ നമ്പർ നൽകുക. അത് കഴിഞ്ഞിട്ട് ചിത്രത്തിൽ കാണുന്ന വെരിഫിക്കേഷൻ കോഡ് താഴെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ലോഗിൻ ബട്ടൺ അമർത്തുക. തുടർന്ന് കാണുന്ന വിൻഡോയിൽ ഇടതുഭാഗത്തായി രജിസ്റ്റർ അറ്റ് ഇ-ഫയലിംഗ് സൈറ്റ് എന്ന ഒരു ലിങ്ക് കാണാം. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്ഥാപനത്തിന്റെ ടാന്, പാന്, അതുപോലെ പാൻ ഓഫ് ദി ഓതറൈസ്ഡ് പേഴ്സൺ, ഈ 3 കാര്യങ്ങൾ പ്രത്യക്ഷപ്പെടും. അത് കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അതിന് താഴെ കാണുന്ന റീഡയറക്ട് എന്ന ബട്ടണിൽ അമർത്തുക. തുടർന്ന് നമ്മളെ ഇ-ഫയലിംഗ് വെബ്സൈറ്റിലേക്ക് റീഡയറക്ട് ചെയ്യപ്പെടുന്നതാണ്. നിങ്ങളെ ഇൻകം ടാക്സ് ഇന്ത്യ ഇ-ഫയലിംഗ് വെബ്സൈറ്റിലെ ഒരു രജിസ്ട്രേഷൻ ഫോമിലേക്ക് കൊണ്ടുപോകുന്നു. ഈ രജിസ്ട്രേഷൻ ഫോമിന് 4 പാർട്ടുകളുണ്ട്. ഇതിൽ ആദ്യം കാണുന്ന ഭാഗമാണ് പാസ്വേഡ് ഡീറ്റെയിൽസ്. ഇതിൽ യൂസർ ID എന്നുള്ളത് നമ്മുടെ ടാൻ നമ്പർ ആയിരിക്കും. അത് സ്വമേധയാ വരുന്നു. പിന്നെ നമുക്ക് പാസ്വേഡ് നൽകാം. പാസ്വേഡും കൺഫേം പാസ്വേഡും നൽകുക. പിന്നീട് പ്രൈമറി സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ നമുക്ക് സെലക്ട് ചെയ്യാം. അതിൻ്റെ ആൻസറും നമുക്ക് കൊടുക്കാം. അതേപോലെ തന്നെ സെക്കൻഡറി സെക്യൂരിറ്റി ക്വസ്റ്റ്യനും നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം, ആൻസറും കൊടുക്കുക. ഇത് മറന്നു പോകരുത്. കാരണം പാസ്വേഡ് മറന്നുപോയാൽ റീസെറ്റ് ചെയ്യുന്നതിന് ഈ സെക്യൂരിറ്റി ക്വസ്റ്റ്യനുകൾ നിർബന്ധമാണ്.
ഇനി അതിൻ്റെ രണ്ടാം ഭാഗം എന്ന് പറയുന്നത് ഓതറൈസ്ഡ് പേഴ്സൺ ഡീറ്റെയിൽസ് ആണ്. ഇവിടെയാണ് നമ്മൾ സ്ഥാപന മേധാവിയുടെ വിവരങ്ങൾ നൽകേണ്ടത്. ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പാൻ നമ്പർ കൊടുക്കുക. ട്രേസസിൽ രജിസ്റ്റർ ചെയ്ത പാൻ നമ്പർ തന്നെ ആയിരിക്കണം. ഡെസിഗ്നേഷൻ നൽകുക. പിന്നെ പാൻ കാർഡിൽ ഉള്ളതുപോലെ സർനെയിം നൽകുക. മിഡിൽ നെയിം, ഫസ്റ്റ് നെയിം എന്നിവ നിർബന്ധമില്ല, എങ്കിൽ കൂടി നൽകാവുന്നതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകുക. അതിനുശേഷം ആധാർ നമ്പർ കമ്പൽസറി അല്ലെങ്കിലും അത് നൽകുക. കാരണം ഇവിടെ ആധാർ നമ്പർ നൽകിക്കഴിഞ്ഞാൽ നമുക്ക് ആധാർ EVC വെരിഫിക്കേഷൻ കോഡ് ഉപയോഗിച്ച് നമുക്ക് ഈ TDS ഫയലുകൾ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഡിജിറ്റൽ സിഗ്നേച്ചർ ഇല്ലാത്തവർക്ക് ഈ ഒരു മാർഗം ഉപയോഗിച്ച് TDS അപ്ലോഡ് ചെയ്യണമെങ്കിൽ ആധാർ നമ്പർ ഇവിടെ നൽകിയിരിക്കണം. അതിനുശേഷം മൊബൈൽ നമ്പറും സെക്കൻഡറി മൊബൈൽ നമ്പറും. ഇതിൽ പ്രൈമറി മാത്രമേ നിർബന്ധമുള്ളൂ, സെക്കൻഡറി ഉണ്ടെങ്കിൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെയാണ് ഇമെയിൽ ഐഡിയും ഒന്ന് മാത്രം നിർബന്ധം, സെക്കൻഡറി ഇമെയിൽ ID ഉണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ്. പിന്നീട് ഓർഗനൈസേഷൻ ഡീറ്റെയിൽസ്. ഇവിടെ ഓർഗനൈസേഷൻ നെയിം എന്നത് നമ്മുടെ ടാൻ നമ്പറിനെ ബേസ് ചെയ്ത് ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് കാണിക്കപ്പെടുന്നതാണ്. അതേപോലെ ഡേറ്റ് ഓഫ് ടാൻ അലോട്ട്മെൻറ്റും ഡാറ്റാബേസിൽ നിന്ന് എടുക്കുന്നതാണ്. പാൻ ഓഫ് ദി ഓർഗനൈസേഷൻ എന്നുള്ളിടത്ത് നമ്മുടെ സ്ഥാപനത്തിന് സ്വന്തം പേരിൽ പാൻ നമ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇപ്പോൾ ഈ ഇടയായിട്ട് പലരും സ്ഥാപനത്തിൻ്റെ പേരിൽ പാൻ നമ്പർ എടുക്കുന്നുണ്ട്. അത് എടുത്തിട്ടുണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ അത് വെറുതെ വിടുക. അപ്പോൾ ഓർഗനൈസേഷൻ നെയിം, സർനെയിം ആസ് ഇൻ പാൻ അതും ഉണ്ടെങ്കിൽ കൊടുക്കുക. പിന്നെ മുകളിൽ പാൻ നമ്പർ കൊടുത്തിട്ടില്ലെങ്കിൽ അതിനുള്ള കാരണം ചോദിക്കുന്ന ഒരു കോംബോ ബോക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കാം. അതിൽ ഇവിടെ ഞാൻ ഗവൺമെൻറ് എൻറ്റിറ്റി എന്നാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എയിൻ നമ്പർ, നമ്മളെ അക്കൗണ്ട്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, ജില്ലാ ട്രഷറിയുടെ നമ്പർ, അത് നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്, അതും കൊടുക്കുക. പിന്നെ ഓർഗനൈസേഷൻ പാൻ ഇവിടെ നൽകിയിട്ടില്ലെങ്കിൽ മാത്രമാണ് ഈ താഴെയുള്ള ഓപ്ഷൻ പ്രത്യക്ഷപ്പെടുന്നത്. അവിടെ നമ്മളെ കൺഫേം ചെയ്യുന്നതിന് വേണ്ടി ടാൻ അലോട്ട്മെൻറ്റ് ലെറ്ററും അതുപോലെ ലെറ്റർ ഹെഡ് ഓതറൈസിങ് DDO എന്നിങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് രണ്ടും ടിക്ക് മാർക്ക് രേഖപ്പെടുത്തിയിട്ട് ഈ അറ്റാച്ച്മെൻറ്റ് ഇൻ PDF ഫോർമാറ്റ് എന്നുള്ളിടത്ത് ടാൻ അലോട്ട്മെൻറ്റ് ലെറ്ററും പിന്നെ ഈ ഓതറൈസ്ഡ് പേഴ്സൻ്റെ പാൻ സ്കാൻ ചെയ്തതും ഇത് രണ്ടും കൂടി ഒറ്റ PDF ഫയലാക്കിയിട്ട് ഇവിടെ ബ്രൗസ് ചെയ്ത് അറ്റാച്ച് ചെയ്യുക. ടാൻ അലോട്ട്മെൻറ്റ് ലെറ്റർ പലർക്കും ചിലപ്പോൾ ഇപ്പോൾ കാണില്ല. അങ്ങനെയില്ലെങ്കിൽ പാൻ നമ്പർ മാത്രം അപ്ലോഡ് ചെയ്താലും രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. ടാൻ അലോട്ട്മെൻറ്റ് ലെറ്റർ ഉള്ളവർ അതും കൂടി ചേർത്ത് രണ്ടും കൂടി ഒറ്റ PDF ഫയലാക്കി ഇവിടെ ബ്രൗസ് ചെയ്ത് അറ്റാച്ച് ചെയ്യുക. ലാൻഡ് ലൈൻ നമ്പറും ഫാക്സ് നമ്പറും ഒന്നും നിർബന്ധമുള്ള കാര്യമല്ല. പിന്നീട് കോർപ്പറേറ്റ് ഓഫീസ് പോസ്റ്റൽ അഡ്രസ്സ്, അത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പോസ്റ്റൽ അഡ്രസ്സ്, കൺട്രി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ സ്ഥാപനത്തിൻ്റെ വിവരങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ അമർത്തുക. അതോടുകൂടി നമ്മുടെ ഓതറൈസ്ഡ് പേഴ്സൻ്റെ മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ IDയിലേക്കും ഓരോ OTPകൾ അയച്ചു തരുന്നു. ഈ 2 OTPയും നോട്ട് ചെയ്ത് ഇമെയിൽ OTPയും മൊബൈൽ OTPയും അതാതിൻ്റെ കോളത്തിൽ എൻ്റർ ചെയ്ത് വാലിഡേറ്റ് എന്നുള്ള ബട്ടൺ അമർത്തുക. ഈ വാലിഡേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ ഈ വിൻഡോ ക്ലോസ് ചെയ്ത് ഇൻകം ടാക്സ് ഇന്ത്യ ഫയലിംഗ് വെബ്സൈറ്റിൽ പോയിട്ട് ഓതറൈസ്ഡ് പേഴ്സൻ്റെ പേഴ്സണൽ ലോഗിൻ വെച്ച് അഥവാ പാൻ നമ്പർ വെച്ച് ലോഗിൻ ചെയ്യുക. പ്രത്യേകം ഓർക്കുക, അത് ഇപ്പോൾ നമ്മൾ കൊടുത്ത ടാൻ നമ്പർ വെച്ചിട്ടില്ല, ഈ സ്ഥാപന മേധാവിയുടെ പേഴ്സണലായിട്ട് അയാളുടെ പാൻ നമ്പർ ഉപയോഗിച്ചിട്ടുള്ള ലോഗിനിൽ പ്രവേശിക്കുക. ഇങ്ങനെ ഓതറൈസ്ഡ് പേഴ്സൻ്റെ പേഴ്സണലായിട്ടുള്ള യൂസർ ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ലിസ്റ്റ് എന്നുള്ള മെനുവിൽ ഫോർ യുവർ ആക്ഷൻ എന്ന സബ് മെനുവിൽ ക്ലിക്ക് ചെയ്താൽ ഈ നമ്മുടെ പേരിൽ ലോഗിൻ ക്രിയേറ്റ് ചെയ്തതിൻ്റെ കൺഫർമേഷൻ ലിങ്ക് അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ഇത് നമ്മുടെ പേരിൽ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ അറിവോട് കൂടി തന്നെ അല്ലേ എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് താഴെയുള്ള വിവരങ്ങൾ പരിശോധിച്ചതിന് ശേഷം അവിടെ കൺഫർമേഷൻ ബോക്സ് ഉണ്ട്, അവിടെ അപ്രൂവ്ഡ് എന്ന് ടൈപ്പ് ചെയ്ത് അവിടെ കൺഫേം ബട്ടൺ അമർത്തുക. അതോടുകൂടി
ഈ രജിസ്ട്രേഷൻ പ്രക്രിയ പൂർത്തീകരിച്ചു. ഇനി നമ്മുടെ ഇമെയിൽ ഐ ഡി തുറന്ന് ഇമെയിൽ ഐ ഡിയിൽ ഒരു ആക്ടിവേഷൻ ലിങ്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വീണ്ടും മൊബൈലിൽ വന്ന OTP നൽകി കഴിഞ്ഞാൽ ആക്ടിവേഷൻ സക്സസ്ഫുൾ ആയി തീരുന്നു. ഇനി നമുക്ക് നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ടാൻ നമ്പർ ഉപയോഗിച്ചിട്ടുള്ള യൂസറിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി ഇൻകം ടാക്സ് ഇന്ത്യ ഇ-ഫയലിംഗ് വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുക. ലോഗിൻ ഹിയർ എന്ന ബട്ടണിൽ അമർത്തുക. ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി യൂസർ ID ആയി നമ്മുടെ ടാൻ നമ്പർ നൽകുക, നമ്മൾ നേരത്തെ കൊടുത്ത പാസ്വേഡ് നൽകുക, ക്യാപ്ച കോഡ് താഴെയുള്ള വിൻഡോയിൽ അടിച്ചു ചേർക്കുക. അതിനുശേഷം ലോഗിൻ എന്ന ബട്ടണിൽ അമർത്തുക. ഇപ്പോൾ നമ്മൾ ടാൻ ഉപയോഗിച്ചിട്ടുള്ള യൂസറിലേക്ക് ലോഗിൻ ചെയ്തു കഴിഞ്ഞു. ഈ ഇൻ്റർഫേസിന് നമ്മുടെ പേഴ്സണൽ ലോഗിനുള്ള ഇൻ്റർഫേസിൽ നിന്നും ഒരുപാട് വ്യത്യാസങ്ങൾ കാണാം. മെനു ഒക്കെ വ്യത്യാസമുള്ളതായിട്ട് കാണാം. ഇതിൽ TDS എന്നൊരു മെനു ഉണ്ട്. അതിലൂടെയാണ് നമ്മൾ TDS അപ്ലോഡ് ചെയ്യുന്നത്. അതിനു മുമ്പ് TDS നമുക്ക് 2 രീതി ഉപയോഗിച്ച് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഒന്ന്, നമുക്ക് ആധാർ OTP ഉപയോഗിച്ച് അപ്ലോഡ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ആധാർ നമ്പർ നൽകിയിരിക്കണം. അതുപോലെ പാൻ നമ്പറും ആധാർ നമ്പറും തമ്മിൽ ലിങ്ക് ചെയ്യിച്ചിരിക്കണം. പിന്നെ ആധാറിൽ നമ്മുടെ മൊബൈൽ എൻറോൾ ചെയ്തിരിക്കണം. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആധാർ OTP ഉപയോഗിച്ച് TDS അപ്ലോഡ് ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ. രണ്ടാമത്തെ രീതി ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപയോഗിച്ചുള്ള രീതിയാണ്. ഇപ്പോൾ എല്ലാ സ്ഥാപനങ്ങളിലും ഡിജിറ്റൽ സിഗ്നേച്ചർ ശമ്പളം പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതുകൊണ്ട് അത് ആയിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ള മാർഗം. ഇവിടെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിജിറ്റൽ സിഗ്നേച്ചർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആധാർ OTP ഉപയോഗിച്ച് TDS ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ ലഭിക്കുകയില്ല. ഒരിക്കൽ ഡിജിറ്റൽ സിഗ്നേച്ചർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് റിമൂവ് ചെയ്യാനും മാർഗമില്ല. പുതുക്കാനോ അതല്ലെങ്കിൽ മറ്റൊരാളുടേത് ചേർക്കാനോ മാത്രമേ ഇപ്പോൾ നിലവിൽ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആധാർ ഉപയോഗിച്ച് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ വെറുതെ ആണെങ്കിൽ പോലും ഡിജിറ്റൽ സിഗ്നേച്ചർ രജിസ്റ്റർ ചെയ്യരുത്. ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപയോഗിച്ച് TDS അപ്ലോഡ് ചെയ്യണമെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ ഇ-ഫയലിംഗ് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഇത് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ ഡിവൈസ് ഈ സിസ്റ്റത്തിൽ ഘടിപ്പിച്ചിരിക്കണം. മാത്രമല്ല ജാവ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം, സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. നമ്മൾ സ്പാർക്കിൽ ഇത് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ സെറ്റിങ്സ് ചെയ്തോ ആ സെറ്റിങ്സ് ഒക്കെ ചെയ്തിരിക്കണം. ഓക്കെ, അതിനുശേഷം പ്രൊഫൈൽ സെറ്റിങ്സ് എന്നതിൽ പോയിട്ട് രജിസ്റ്റർ ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിൻ്റെ ആദ്യം കാണുന്ന ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ദി DSC യൂട്ടിലിറ്റി എന്ന് പറഞ്ഞതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ അത് ഡൗൺലോഡായി, ആ യൂട്ടിലിറ്റി ഡൗൺലോഡായി. അത് ഓപ്പൺ ചെയ്യുക. എക്സ്ട്രാക്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല, ഇവിടെ വെച്ച് തന്നെ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഓക്കെ, ITD ഇ-ഫയലിംഗ് DSC മാനേജ്മെന്റ് യൂട്ടിലിറ്റി എന്ന ഒരു യൂട്ടിലിറ്റി ഓപ്പൺ ചെയ്തു വന്നു. രജിസ്റ്റർ ഓർ റീസെറ്റ് പാസ്വേഡ് യൂസിങ് DSC എന്നുള്ള ഓപ്ഷനാണ് ഇതിലെടുക്കേണ്ടത്. അതുപോലെ TDS അപ്ലോഡ് ചെയ്യുന്നതിനും ഈ യൂട്ടിലിറ്റി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ രണ്ടാമത്തെ ടാബായിട്ടുള്ള രജിസ്റ്റർ ഓർ റീസെറ്റ് പാസ്വേഡ് യൂസിങ് DSC എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം എൻ്റർ ഇ-ഫയലിംഗ് യൂസർ ID എന്നുള്ളിടത്ത് ഇപ്പോൾ നമ്മൾ ടാൻ ഉപയോഗിച്ചാണ് യൂസർ ID ക്രിയേറ്റ് ചെയ്ത് ആ യൂസർ ID കൊടുക്കുക, അഥവാ നമ്മുടെ ടാൻ നമ്പർ കൊടുക്കുക. അതിനുശേഷം എൻ്റർ പാൻ ഓഫ് ദി DSC എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥാപന മേധാവിയുടെ അഥവാ ഈ ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെ ഉടമസ്ഥൻ്റെ പാൻ നമ്പർ കൊടുക്കുക.
താഴെ DSC ഡീറ്റെയിൽസ് എന്നുള്ളിടത്ത് സെലക്ട് ദി ടൈപ്പ് ഓഫ് ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് എന്നുള്ളിടത്ത് നമ്മൾ USB ടോക്കൺ ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് USB ടോക്കൺ എന്ന് സെലക്ട് ചെയ്യുക. തുടർന്ന് ഉള്ള രണ്ട് കാര്യങ്ങൾ നമ്മൾ കൊടുക്കേണ്ടതില്ല. ഏറ്റവും താഴെ സെലക്ട് സർട്ടിഫിക്കറ്റ് എന്നുള്ള കോംബോ ബോക്സിൽ ക്ലിക്ക് ചെയ്താൽ ഡിജിറ്റൽ സിഗ്നേച്ചർ കൃത്യമായി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉടമസ്ഥൻ്റെ പേര് ദൃശ്യമാകുന്നു. അതിനുശേഷം ജനറേറ്റ് സിഗ്നേച്ചർ ഫയൽ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റിൻ്റെ പാസ്വേഡ് ചോദിക്കുന്നു. അത് തെറ്റാതെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം OK ബട്ടൺ അമർത്തുക. തുടർന്ന് ഇത് എവിടെ സേവ് ചെയ്യണം എന്ന് ചോദിച്ചൊരു വിൻഡോ വരുന്നു. ഡെസ്ക്ടോപ്പിൽ TDS ഈ സ്ഥലത്ത് സേവ് ചെയ്യുന്നു. തുടർന്ന് സിഗ്നേച്ചർ ഫയൽ സേവ് ചെയ്ത പാത്ത് കാണിച്ചുകൊണ്ടൊരു വിൻഡോ പ്രത്യക്ഷപ്പെടുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം. വീണ്ടും തിരിച്ച് ഈ ഫയലിംഗ് വെബ്സൈറ്റിലേക്ക് വന്നു. അറ്റാച്ച് സിഗ്നേച്ചർ ഫയൽ എന്നുള്ള സ്ഥലത്ത് നമ്മളിപ്പോൾ ജനറേറ്റ് ചെയ്ത സിഗ്നേച്ചർ ഫയൽ ഡെസ്ക്ടോപ്പിലാണ്. ഡെസ്ക്ടോപ്പിൽ TDS ഇവിടെ ഈ കാണുന്നതാണ് സിഗ്നേച്ചർ ഫയൽ. അതിന് .signature എന്ന എക്സ്റ്റൻഷനാണ് ഉണ്ടായിരിക്കുക. മാത്രമല്ല ഇവിടെ സിഗ്നേച്ചർ ഫയൽ എന്ന് കാണുകയും ചെയ്യും. അത് ഓപ്പൺ ചെയ്യുക. ഓക്കെ, അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ അമർത്തുക. ഇവിടെ കാണിക്കുന്ന ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് ഈസ് ഓൾറെഡി രജിസ്റ്റേർഡ് എന്നാണ്. കാരണം ഇവിടെ നേരത്തെ തന്നെ ഈ സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ താഴെ സീരിയൽ നമ്പറും ഒക്കെ കാണിക്കുന്നത്. ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് രജിസ്റ്റേർഡ് സക്സസ്ഫുള്ളി എന്നുള്ളൊരു മെസ്സേജാണ് നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെടുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഡിജിറ്റൽ സിഗ്നേച്ചർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് TDS ഫയൽ അപ്ലോഡ് ചെയ്യാം. TDS ഫയൽ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പായി നമ്മൾ നേരത്തെ TDS ഫയൽ ജനറേറ്റ് ചെയ്തു. അപ്ലോഡ് എന്നുള്ള ഫോൾഡറിൽ നമ്മൾ ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഈ കാണുന്ന FUV ഫയൽ അഥവാ 24QR-Q4 എന്നുള്ള ഫയലാണ് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടത്. അത് ഇതേ രീതിയിൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ സാധ്യമല്ല. അതിനെ ആദ്യം സിപ്പ്ഡ് ഫയലാക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സെൻഡ് ടു എന്നുള്ള ഓപ്ഷൻ എടുത്ത് കംപ്രസ്ഡ് സിപ്പ്ഡ് ഫയൽ. ഓക്കെ, ഇപ്പോൾ ഈ ഫയൽ ഒരു കംപ്രസ്ഡ് ഫയലാക്കി പുതിയൊരു കോപ്പി ക്രിയേറ്റ് ചെയ്തു. ഈ സിപ്പ് ചെയ്ത ഫയലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് പ്രോസസ്സ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അത് സിപ്പ് ഫയലാക്കി മാറ്റി വെക്കുക. ഓക്കെ, ഇനി വീണ്ടും തിരിച്ചു വരുന്നു. TDS എന്നുള്ള മെനുവിൽ അപ്ലോഡ് TDS ഈ വരുന്ന വിൻഡോയിൽ ടാൻ നമ്പർ അവിടെ കാണുന്നുണ്ട്. FUV വേർഷൻ ഫിനാൻഷ്യൽ ഇയർ 2019-20 ആണ്. ഫോം നെയിം എന്നുള്ള സ്ഥലത്ത് ഫോം നമ്പർ 24Q എന്ന് സെലക്ട് ചെയ്യുക. ക്വാർട്ടർ എന്നുള്ളിടത്ത് Q4. അപ്ലോഡ് ടൈപ്പ് എന്നുള്ളിടത്ത് റെഗുലർ എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം വാലിഡേറ്റ് എന്നുള്ള ബട്ടൺ അമർത്തുക. ഓക്കെ, അതിനുശേഷം ഇവിടെ അപ്ലോഡ് TDS സിപ്പ് ഫയൽ എന്നുള്ളിടത്ത് നാം നേരത്തെ സിപ്പ് ചെയ്ത് വെച്ച ഫയൽ ലൊക്കേറ്റ് ചെയ്യുക. അപ്ലോഡ് എന്നതിനകത്ത് നമ്മൾ നേരത്തെ 24QR എന്നുള്ള ഫയൽ FUV ഫയൽ സിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സിപ്പ് ചെയ്ത ഫയൽ ലൊക്കേറ്റ് ചെയ്യുക. ഓക്കെ, അതിന് ശേഷം വീണ്ടും
ഈ യൂട്ടിലിറ്റി ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അത് വീണ്ടും ഡൗൺലോഡ് ചെയ്യണമെന്നില്ല, നമ്മൾ നേരത്തെ രജിസ്ട്രേഷൻ ഉപയോഗിച്ച അതേ ഫയൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നുകൂടി ഓപ്പൺ ചെയ്യുക. ഓക്കെ, നേരത്തെ നമ്മൾ ഓപ്പൺ ചെയ്ത ITD ഇ-ഫയലിംഗ് DSC മാനേജ്മെന്റ് യൂട്ടിലിറ്റി ഒന്നുകൂടി ഓപ്പൺ ചെയ്തു. നേരത്തെ നമ്മൾ രജിസ്ട്രേഷന് വേണ്ടി രണ്ടാമത്തെ ടാബാണ് എടുത്തത്, എന്നാൽ ഇവിടെ നമ്മൾ ബൾക്ക് അപ്ലോഡ് എന്നുള്ള ടാബാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അവിടെ സെലക്ട് ദി സിപ്പ് ഫയൽ എന്നുള്ളിടത്ത് നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സിപ്പ് ഫയൽ ഇവിടെ ഒന്ന് ലൊക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്ലോഡ്, ഇവിടെ സിപ്പ് ഫയൽ മാത്രമേ ലിസ്റ്റ് ചെയ്യുകയുള്ളൂ. ഓക്കെ, അതിനുശേഷം എൻ്റർ ഇ-ഫയലിംഗ് യൂസർ ID. അവിടെ നമ്മളിപ്പോൾ ഇ-ഫയലിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന യൂസർ ID അഥവാ ടാൻ നമ്പർ കൊടുത്തു. പിന്നെ ഓതറൈസ്ഡ് പേഴ്സന്റെ പാൻ, സ്ഥാപന മേധാവിയുടെ പാൻ നമ്പർ കൊടുക്കുക. ഇനി നേരത്തെ പോലെ തന്നെ USB ടോക്കൺ എന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് സർട്ടിഫിക്കറ്റ് എന്നുള്ളിടത്ത് നമ്മുടെ സ്ഥാപന മേധാവിയുടെ പേര് ലിസ്റ്റ് ചെയ്യും. ടോക്കൺ ഇപ്പോഴും ഘടിപ്പിച്ചിരിക്കണം എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ജനറേറ്റ് സിഗ്നേച്ചർ ഫയൽ ഈ 24Q ഫയൽ സ്ഥിതി ചെയ്യുന്ന അതേ അപ്ലോഡ് എന്നുള്ള ആ ഫോൾഡറിനകത്ത് ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ അമർത്തുക. ഇനി ഇത് ക്ലോസ് ചെയ്യാം. ഇനി ഏറ്റവും താഴെ കാണുന്ന അറ്റാച്ച് സിഗ്നേച്ചർ ഫയൽ എന്നുള്ളിടത്ത് നമ്മൾ അപ്ലോഡ് എന്നുള്ള ഫയലിനകത്താണ് നമ്മൾ പുതിയതായിട്ട് സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്തത്. സിഗ്നേച്ചർ ഫയൽ സെലക്ട് ചെയ്തു. ഇനി അപ്ലോഡ് എന്ന ബട്ടൺ അമർത്തുക. തുടർന്ന് യുവർ TDS റിട്ടേൺ ഹാവ് അപ്ലോഡഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ടുള്ള ഈ മെസ്സേജ് കാണപ്പെടുന്നു. അതോടുകൂടി നമ്മളെ TDS അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് വ്യൂ ഫയൽഡ് TDS എന്നുള്ള ഓപ്ഷൻ എടുക്കാം. ഫിനാൻഷ്യൽ ഇയർ, ഫോം 24Q, ക്വാർട്ടർ Q4, അപ്ലോഡ് ടൈപ്പ് റെഗുലർ, വ്യൂ ഡീറ്റെയിൽസ്. ഓക്കെ, ഇവിടെ താഴെ കാണാൻ നമുക്ക് ട്രാൻസാക്ഷൻ, നമ്മുടെ അപ്ലോഡ് ചെയ്ത TDSന്റെ ഡീറ്റെയിൽസ്. ഏറ്റവും അവസാനം നമുക്ക് കാണാം ആക്സെപ്റ്റഡ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ റിജക്റ്റഡ് എന്ന് കാണിക്കും. ഇതിപ്പോൾ വളരെ വിജയകരമായി പൂർത്തീകരിച്ചു എന്നാണ് അർത്ഥം. ഇനി നമുക്ക് ഇതിൻ്റെ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടി ഈ ടോക്കൺ നമ്പർ എന്നുള്ളതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാണാവുന്നതാണ്. അതിൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് പ്രൊവിഷണൽ റെസിപ്റ്റ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്താൽ ഒരു PDF ഫയൽ ജനറേറ്റ് ചെയ്തു വരുന്നു. ഈ PDF ഫയൽ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ്. പാസ്വേഡ് എന്ന് പറയുന്നത് നമ്മുടെ ടാൻ നമ്പർ സ്മോൾ ലെറ്ററിൽ നമ്മുടെ ടാൻ നമ്പർ നൽകുക. ഇതാണ് നമ്മുടെ TDS ചെയ്തു എന്നതിന് തെളിവായിട്ടുള്ള റെസിപ്റ്റ്. ഇതിൻ്റെ ടോക്കൺ നമ്പർ നമുക്കിവിടെ കാണാവുന്നതാണ്. അടുത്ത തവണ TDS ചെയ്യണമെങ്കിൽ ഈ ടോക്കൺ നമ്പർ അവിടെ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ വിജയകരമായിട്ട് Q4 അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു.